ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മാനവജന്മം അത്യപൂർവമാണ്. ജനസംഖ്യ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് അപൂർവം എന്ന് പറയാൻ പറ്റുമോ? ഈ ശരീരം, മാനവ ശരീരം യഥേഷ്ടമുണ്ടെങ്കിലും മാനവ ശരീരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ വളരെ ദുർലഭമാണ്. മനുഷ്യ ശരീരം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മറ്റ് സുഖങ്ങളും മറ്റു വിഷയങ്ങളെല്ലാം അനുഭവിക്കാൻ മറ്റെല്ലാ ശരീരം കൊണ്ടും സാധിക്കുന്നതാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിന് മാത്രം അറിയാൻ പറ്റുന്ന മഹത്തായ ഒരു കാര്യമുണ്ട്. അത് ആത്മാവിനെ അറിയുക എന്നതാണ്. അത് മറ്റ് ഒരു ജീവിക്കും അറിയാൻ സാധിക്കുകയില്ല, മനുഷ്യന് മാത്രമേ കഴിയൂ. എന്നാൽ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയുക എന്നാണ് അർത്ഥം. താൻ ആരാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ ആ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ശക്തിയും ജ്ഞാനം ഒന്ന് തന്നെയാണ് എന്ന് ബോധിക്കും. അതിൽ നിന്ന് വേറെയല്ല നാം ആരും തന്നെ, നമ്മളെല്ലാവരും അതാണ്. അത് ബോധിക്കാൻ പറ്റിയ ഉപകരണമാണ് ഇത്. മാനസ എപ്പോഴും ആത്മനീ ചേർന്നീടിൽ മാനവജന്മം സഫലമായി. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എല്ലാ മനുഷ്യരും ഒരുപോലെയായി കാണണമെങ്കിൽ നാം എന്തു ചെയ്യണം? മാനവും അപമാനവും തുല്യമായി കാണണം. നമ്മെക്കുറിച്ച് ആരെങ്കിലും സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും, നമ്മെക്കുറിച്ച് ആരെങ്കിലും നിന്ദിക്കുന്നത് കേൾക്കുമ്പോൾ നാം വിഷമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വിഷമം നമുക്ക് തോന്നാൻ കാരണം നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം, പിന്നെ ഒട്ടുപേർ നമ്മെ ദുഷിക്കാം. നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ. നാം ആരാണെന്ന് പരമസത്യം ബോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മെ സ്തുതിച്ചാലും ഒരാൾ നമ്മെ നിന്ദിച്ചാലും ഒന്നും നമുക്കൊരു വികാരവും തോന്നുകയില്ല. രണ്ടും നമുക്ക് ഒരേപോലെ മാത്രമേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും ഈ ലോക വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും മാനസാമെപ്പോഴും ആത്മനീ ചേർന്നീടിൽ, മനസ്സെപ്പോഴും ആത്മഭാവത്തിൽ തന്നെയാണ് വർദ്ധിക്കുന്നതെങ്കിൽ മാനവജന്മം സഫലമായി. അപ്പോഴാണ് മനുഷ്യൻ്റെ ജന്മം സഫലമായി തീരുന്നത്. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ, മാനവും അപമാനവും രണ്ടും നമുക്ക് തുല്യമായി കണ്ടാലോ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരേപോലെ മാത്രമായിട്ടായിരിക്കും നമുക്ക് അനുഭവമാകുന്നത്. അതിനാൽ നാം ആദ്യമേ എന്താണ് ആത്മാവെന്നും എന്താണ് ഈശ്വരനെന്നും എന്താണ് ഞാനെന്നും അറിയേണ്ടതും അത് അനുഭവിക്കേണ്ടതും അതായിത്തീരേണ്ടതും ആണ്. അതിനാൽ മാനസാമെ എന്താ ചെയ്യേണ്ടത്? മാനസാമെപ്പോഴും ആത്മനീ ചേർന്നേടിൽ മാനവജന്മം സഫലമായി. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ.